ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ടാണ്. അതായത്, ഓസ്ട്രേലിയയിൽ ഒരു ബിസിനസ് റിലേറ്റഡ് ഡിഗ്രി പഠിക്കാൻ വന്നിട്ട് വല്ല കാര്യമുണ്ടോ? അത് വർത്തിറ്റാണോ? ഇപ്പോൾ കുറേ പേര് പറയുന്നുണ്ട്, ഇപ്പം നമുക്ക് ഹെൽത്ത് കെയർ ആയിക്കോട്ടെ, ടീച്ചിങ് ആയിക്കോട്ടെ, എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ IT ആയിക്കോട്ടെ, ഇതൊക്കെ എടുത്ത് വന്നിട്ടാണ് ഓസ്ട്രേലിയ വന്നിട്ട് കാര്യമുള്ളൂ. അല്ലാണ്ട് ബിസിനസ് ഡിഗ്രി, അതായത് MBA ഫൈനാൻസോ അതൊന്നും എടുത്ത് വന്നിട്ട് ഇപ്പോൾ വലിയ കാര്യമൊന്നുമില്ല. ഇതിൽ എത്ര യാഥാർത്ഥ്യമുണ്ട്? അല്ലെങ്കിൽ ഇതൊക്കെ പഠിക്കാൻ വന്നാൽ വർത്തിറ്റാണോ? അല്ലെങ്കിൽ ഇതുവഴി എങ്ങനെ PR കിട്ടാൻ നമുക്ക് ചാൻസസ് കൂട്ടാം? ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് മടിച്ചു നിൽക്കാതെ മെയിൻ വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. മെയിൻ വീഡിയോയിലേക്ക് കിടക്കണമെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റീനെ പറ്റിയിട്ടാണ്. ആദ്യമായിട്ട് ഞാൻ തുടങ്ങിയ സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റി നമ്മുടെ ഓസ്ട്രേലിയൻ സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റിയാണ്. അതെന്തിനാണ് തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓസ്ട്രേലിയയിൽ വരാനിരിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ പഠിക്കുന്നതിനെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടായിരുന്നു. അപ്പം ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ DMs കിട്ടിക്കൊണ്ടിരുന്നു ഓരോ ഡൗട്ട്സ്. അപ്പോൾ എനിക്ക് പക്ഷേ സമയത്തിന് എല്ലാത്തിനും റെസ്പോണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടി ഒരു ഗ്രൂപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്കായിട്ട് ഓൾറെഡി അറിയാവുന്ന ആളുകൾക്ക് അവരുടെ ഐഡിയാസ് ഷെയർ ചെയ്യാനും, അതുകൂടാണ്ട് ചില സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരേ യൂണിവേഴ്സിറ്റിയിലായിരിക്കും പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഒരേ കോഴ്സായിരിക്കും പഠിക്കാൻ പോകുന്നത്. ചിലവർ പിന്നെ ആ കമ്മ്യൂണിറ്റിയിലുള്ളവർ ഓൾറെഡി ഓസ്ട്രേലിയ ഉണ്ട്, അപ്പോൾ അവരുമായിട്ട് സംസാരിക്കാനും എങ്ങനെയുണ്ട് ഓസ്ട്രേലിയ, അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനൊക്കെ ആയിട്ടാണ് ആ ഒരു കമ്മ്യൂണിറ്റി ഞാൻ തുടങ്ങിയത്. ഇപ്പോൾ അതിനകത്ത് 2200 കൂടുതൽ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അത് കൂടാണ്ട് റീസെൻ്റ്ലി കുറേ പേര് പറഞ്ഞ് ഞാൻ കാനഡ, UK, അയർലൻഡ്, ന്യൂസിലൻഡ് ആൻഡ് ജർമ്മനിയും കൂടെ കമ്മ്യൂണിറ്റീസ് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അതങ്ങനെ അത്ര 2000 സ്റ്റുഡൻസ് ഒന്നുമില്ല, അത് 100, 80 അത്രയൊക്കെ ആയിട്ടുള്ളൂ. ജസ്റ്റ് റീസെൻ്റ്ലി തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പം നിങ്ങളോട് ഇത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇൻ കേസ് ഈ ഒരു രാജ്യങ്ങളിലേക്ക് വരാനിരിക്കുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങൾക്ക് അവിടെ വരാനിരിക്കുന്ന സ്റ്റുഡൻസുമായിട്ട് കണക്ട് ചെയ്യണം, സംസാരിക്കണം എന്നൊക്കെയാണെങ്കിൽ നിങ്ങൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു DM അയക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓസ്ട്രേലിയ ആണെങ്കിലാട്ടോ നിങ്ങൾ സബ്സ്ക്രൈബ്ഡ് ഓസ്ട്രേലിയ എന്നറിയാം, കാനഡ ആണെങ്കിൽ സബ്സ്ക്രൈബ്ഡ് കാനഡ എന്നറിയാം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ജസ്റ്റ് ഒരു ഹായ് ഇട്ടിട്ട് പോകരുത്. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മെസ്സേജ് റിക്വസ്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരു മെസ്സേജാണ് അയക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ്ഡ് UK അല്ലെങ്കിൽ കാനഡ, ഏത് രാജ്യമാണോ അതായിട്ട് എനിക്ക് മെസ്സേജ് അയക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതും ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. വേറെ എന്നാ, ഇനി നമുക്ക് മെയിൻ വീഡിയോയിലേക്ക് കിടക്കാം. ഈ ടോപ്പിക്കിലേക്ക് കിടക്കാൻ നേരത്ത് ഇതിനെപ്പറ്റി പറയാൻ പറ്റിയ ഒരാളാണ് ഇവിടെ ഇരിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനും ഇവിടെ ഒരു ബിസിനസ് റിലേറ്റഡ് ഞാൻ ഫീൽഡ് എടുത്തിട്ടാണ് വന്നത്. എൻ്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ മാസ്റ്റേഴ്സ് ഇൻ ഫൈനാൻസ് ആയിരുന്നു. ഞാൻ UWയിലാണ് പഠിച്ചത്. ഞാൻ എൻ്റെ ഡിഗ്രി ഫിനിഷ് ചെയ്തിരുന്നു. പക്ഷെ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ സ്റ്റേ ബാക്ക് പീരീഡിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ടീച്ചിങ് ഫീൽഡ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫൈനാൻസിൽ PR കിട്ടാനുള്ള ചാൻസസ് കുറവും, അല്ലെങ്കിൽ PR കിട്ടാൻ പാടായതുകൊണ്ട് ഞാൻ എൻ്റെ ഫീൽഡ് ചേഞ്ച് ചെയ്യണം. ഇത് അപ്പോൾ എന്നെപ്പോലെയുള്ള ആളുകളെയാണ് നിങ്ങൾക്ക് 80% കൂടുതൽ കാണാൻ പറ്റുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ബിസിനസ് ഡിഗ്രി എടുത്ത് വന്നു, അത് കഴിഞ്ഞിട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, നിങ്ങൾ ലോങ് ടേമിലേക്കാണ് ഉദ്ദേശിക്കുന്നത്. മിക്ക ആളുകളും ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ വരുന്നു, പഠിച്ച് കഴിയുമ്പോൾ കുറച്ച് കാലം പഠിച്ച് കഴിയുമ്പോൾ ഇവർ റിയലൈസ് ചെയ്യാണ്, ബാക്കിയുള്ളവർ സംസാരിക്കുമ്പോൾ ഈ ഒരു ഫീൽഡ് അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് ഡിഗ്രി ഇവിടെ പഠിച്ചിട്ട് കാര്യമില്ലെങ്കിൽ അവരെന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ കോഴ്സ് ഫിനിഷ് ചെയ്യുന്നതിന് മുന്നേ ആ കോഴ്സ് മാറ്റി വേറെ ഫീൽഡിട്ട് മാറും, അല്ലെങ്കിൽ വേറൊരു കോഴ്സ് എടുക്കുന്നു. അല്ലെങ്കിൽ എന്നെ പോലെ കോഴ്സ് ഫിനിഷ് ചെയ്ത് അത്രയും പൈസ മുടക്കി എന്നിട്ട് ആ കോഴ്സ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് വേറൊരു കോഴ്സ് സ്കോപ്പുള്ള കുറച്ചുകൂടി വേറെ ഹെൽത്ത് കെയറോ അങ്ങനെ എന്തെങ്കിലും, ടീച്ചിങ്ങോ, പെൻഡേഴ്സ് ടീച്ചിങ് അതുപോലെ വേറെ എന്തെങ്കിലും എടുത്ത് മാറുന്ന സിറ്റുവേഷൻസാണ് 80% നമ്മളിവിടെ കാണുന്നത്. ഇതാണ് ഇപ്പോഴത്തെ ഒരു നോർമൽ നടക്കുന്ന ഒരു സിറ്റുവേഷൻ. അന്ന് വെച്ച് ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ബിസിനസ് ഫീൽഡ് എടുത്ത് വന്നു കഴിഞ്ഞാൽ PR കിട്ടത്തേ ഇല്ല എന്നതല്ല. ഇതിൻ്റെ റിയാലിറ്റി വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു ബിസിനസ് ഡിഗ്രി എടുത്ത് വരുന്നു. ഇപ്പോൾ എൻ്റെ കേസ് പറയുകയാണെങ്കിൽ, ഫൈനാൻസിൽ തന്നെ നിങ്ങളിപ്പോൾ മാസ്റ്റേഴ്സ് എടുത്ത് വരുവാണ്. നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഇൻ ഫൈനാൻസിൽ ആ ഒരു ഫീൽഡ് റിലേറ്റഡ് നിങ്ങൾക്ക് PR ഉണ്ട്, അല്ലെങ്കിൽ ലിസ്റ്റിലുണ്ട്. പക്ഷെ വരുന്ന പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് PR കിട്ടാൻ കുറേ സമയമെടുക്കും. ഒന്നാമത്തെ പോയിന്റ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിസിനസ് ഫീൽഡിൽ വരാൻ നേരത്ത് നമ്മുടെ PR ലിസ്റ്റ് എന്ന് പറഞ്ഞത് ഷോർട്ട് ടേം ലിസ്റ്റിനാണുള്ളത്, ബാക്കിയുള്ളതുപോലെ ലോങ് ടേം ലിസ്റ്റിലല്ല. അങ്ങനെ വരാൻ നേരത്ത് നിങ്ങളുടെ പൊസിഷൻസ് എന്നുള്ളത് ഹയർ ലെവൽ പൊസിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് PR കിട്ടത്തുള്ളൂ. ഞാൻ വേറൊരു എക്സാമ്പിൾ എടുത്ത് പറയുവാണെങ്കിൽ, നിങ്ങളൊരു നേഴ്സിംഗ് ഡിഗ്രി പഠിച്ചൊരു സ്റ്റുഡൻ്റാണ്, നിങ്ങൾ നേഴ്സായിട്ട് നിങ്ങൾ കോഴ്സ് കഴിഞ്ഞു ഇറങ്ങി നേഴ്സ് എന്നുള്ള പൊസിഷനായി, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ല, നിങ്ങളൊന്നുമില്ലെങ്കിൽ, ഈവൻ ടീച്ചേഴ്സിനാണെങ്കിൽ ചില സമയത്ത് എക്സ്പീരിയൻസ് വേണ്ടാന്ന് നിങ്ങൾക്ക് അപ്പം തന്നെ PRന് അപ്ലൈ ചെയ്യാൻ പറ്റും.
പക്ഷേ ബിസിനസ് ഡിഗ്രീസിൽ വരുന്ന പ്രത്യേകത പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഹയർ ലെവൽ ഒരു പൊസിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ. ഇപ്പോൾ ഫൈനാൻസിൻ്റെ ആണെങ്കിൽ നിങ്ങൾക്ക് ഫൈനാൻസിൽ ഏതൊരു പൊസിഷൻ ഉണ്ടായാലും നിങ്ങൾക്ക് PR അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അതിനകത്ത് പ്രത്യേകിച്ച് ഫൈനാൻസ് മാനേജർ എന്നുള്ള പൊസിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അല്ലാതെ നിങ്ങൾ കുറേ നാൾ അവിടെ ജോലി എടുത്തു, പക്ഷെ നിങ്ങളുടെ പൊസിഷൻ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, പക്ഷെ നിങ്ങളുടെ സ്റ്റിൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഫൈനാൻസ് സൂപ്പർവൈസർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫൈനാൻസ് അസിസ്റ്റൻറ്റോ അങ്ങനെ വല്ലതും വരുവാണെങ്കിൽ നിങ്ങൾക്ക് PR കിട്ടത്തില്ല. നിങ്ങളുടെ ആ മെയിൻ പൊസിഷൻ എന്താണോ ഫൈനാൻസ് മാനേജർ എന്നുള്ള പൊസിഷൻ ഉണ്ടായിട്ട് നിങ്ങൾ കാര്യമുള്ളൂ. അല്ലാതെ നിങ്ങൾ 5 വർഷം മറ്റേ റോളിൽ അതിന് തൊട്ട് താഴെയുള്ള റോളിൽ പണിയെടുത്തോ കാര്യമില്ല. ആ ഒരു പൊസിഷൻ ബിസിനസ് ഡിഗ്രി എടുക്കാൻ നേരത്ത് അത്രയും ഹയർ ലെവൽ ഓഫ് പൊസിഷൻസ് ആണ് യൂഷ്വലി PR ഓപ്ഷൻസിൽ വരുന്നുള്ളൂ. അതാണ് ഒന്നാമത്തെ PR കിട്ടാൻ ചാൻസസ് കുറവെന്ന് വരാനായിട്ടുള്ള കാരണം. രണ്ടാമത്തെ കാര്യം എക്സ്പീരിയൻസ്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഫൈനാൻസ് മാനേജർ എന്നുള്ള പൊസിഷനിൽ ഇവർ മിനിമം 1 വർഷമെങ്കിലും എക്സ്പീരിയൻസ് ചോദിക്കും. ഒന്നാമത്തെ കാര്യം ഹയർ ലെവൽ പൊസിഷൻ വേണം. അതുകൂടാണ്ട് മിക്കയെന്നല്ല എനിക്ക് തോന്നുന്നത് എല്ലാ ബിസിനസ് റോൾസിലും നിങ്ങൾക്ക് ഇപ്പോൾ സ്കിൽ പ്രയോറിറ്റി ലിസ്റ്റിലോ സ്കിൽ ഒക്യുപ്പേഷൻ ലിസ്റ്റിലൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇവർ മിനിമം 1 വർഷമെങ്കിലും എക്സ്പീരിയൻസ് ചോദിക്കും. അതും ഈ ഹയർ ലെവലിലാണ് നോക്കുന്നത്. ചിലപ്പോൾ നിങ്ങളൊരു 3 വർഷം കഷ്ടപ്പെട്ടിട്ടായിരിക്കും നിങ്ങൾ ഫൈനാൻസ് മാനേജർ എന്നുള്ള പൊസിഷനിലെത്തിയത്. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് പിന്നെ എക്സ്പീരിയൻസ് ചോദിച്ചാൽ അത് പിന്നെ നിങ്ങളുടെ സമയം പോവാം. ഒരു 4 വർഷം എടുക്കുക. അപ്പോൾ അവർ ഓർക്കാൻ നടത്തുക എന്താ, ബാക്കി ആളുകൾ ഓർക്കുമ്പോൾ ഈ നേഴ്സിങ്ങോ ടീച്ചിങ്ങോ എടുത്താൽ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ അപ്പം തന്നെ PR എടുക്കുക. ഈ ബിസിനസ് ഡിഗ്രിയുടെ പ്രശ്നം വരുന്നതിനാന്ന് വെച്ചാൽ ഇത്രയും സമയം എടുക്കും. ഹയർ ലെവൽ ഓഫ് നമുക്ക് റോൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് PR അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൂടാണ്ട് എക്സ്പീരിയൻസ് വരുന്നത് ഇതൊക്കെ ആയി വരാൻ നേരത്തെ ഇച്ചിരി സമയം എടുക്കും. അപ്പോൾ ഇതിൻ്റെ അർത്ഥം PR ഇമ്പോസിബിൾ ആണെന്നല്ല, കുറേ പേർക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ എനിക്ക് നിങ്ങളോട് എപ്പോഴും സജസ്റ്റ് ചെയ്യാനുള്ളത്, നിങ്ങളിപ്പോൾ ബിസിനസ് എടുത്ത് വരുവാണ്, പക്ഷെ നിങ്ങൾ അത്ര പാഷനേറ്റ് അല്ല, കരിയറിനെ ഉദ്ദേശിച്ച് നിങ്ങൾ അത്ര പാഷനേറ്റ് അല്ല, ജസ്റ്റ് ഇവിടെ വന്ന് എത്തിപ്പെടണല്ലോ എന്നോർത്ത് വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ ഒരിക്കലും അങ്ങനത്തെ ഒരു ഡിഗ്രി എൻ്റെ ഒരു ഒപ്പീനിയനിൽ സജസ്റ്റ് ചെയ്യത്തില്ല. ഇപ്പം എൻ്റെ കേസിലാണെങ്കിലും ഞാനിപ്പോൾ എന്തിനാ അതൊക്കെ എടുത്ത് വന്നത്, എനിക്ക് ഫൈനാൻസ് ഇപ്പോൾ എൻ്റെ കേസ് പറയുകയാണെങ്കിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഏജൻസി പറഞ്ഞു. അതിപ്പോൾ എനിക്ക് അന്ന് ഇതിനെപ്പറ്റി നോക്കാനുള്ള ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് അതിനെപ്പറ്റി ഇതേപോലെ യൂട്യൂബ് ചാനൽസ് ഒന്നും ഉണ്ടായില്ല. നമുക്ക് സ്കിൽ പ്രയോറിറ്റി ലിസ്റ്റ് എന്താ, സ്കിൽ ഒക്യുപ്പേഷൻ ലിസ്റ്റ് എന്താണെന്ന് പറഞ്ഞു തരാൻ ഇപ്പോൾ കിട്ടുന്ന ഈ വീഡിയോ ഇൻഫർമേഷൻസ് ഒന്നും ആ സമയത്ത് അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ എൻ്റെ ഏജൻസി പറഞ്ഞു ഈ ഒരു കോഴ്സ് എടുത്തു വന്നത് നല്ലതാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ എടുത്തു വന്നത്. അപ്പം നിങ്ങളത് കേട്ട് ചുമ്മാ അങ്ങനെ വരാനിരിക്കുകയാണെങ്കിൽ അങ്ങനെ വരാതിരിക്കാൻ ശ്രമിക്കുക. പക്ഷേ അറ്റ് ദ സെയിം ടൈം നിങ്ങളൊരു ഇപ്പം ഇങ്ങനെ ഒരു ബിസിനസ് ഡിഗ്രീനെ പറ്റി ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അതെടുത്ത് വന്നു കഴിഞ്ഞാൽ PR കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വരുന്നു, നിങ്ങൾ അത്രയും പാഷനേറ്റ് ആയതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴ്സ് ചെയ്യണതിൻ്റെ ഇടയിൽ തന്നെ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നു. ഇൻറ്റേൺഷിപ്പിൻ്റെ എക്സ്പീരിയൻസ് വെച്ച് നിങ്ങളുടെ അപ്പോഴത്തേക്കും കോഴ്സ് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ആ ഒരു ഫസ്റ്റ് ലെവൽ എന്താ പറയുക, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ട്രെയിനിങ് പീരീഡ് കഴിയുന്നു. അപ്പം നിങ്ങൾക്ക് ടൈമുണ്ട്. അതായത് നിങ്ങളുടെ കോഴ്സ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ഫീൽഡിൽ വർക്ക് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് പയ്യെ പിടച്ച് കയറി എന്താ പറയുക സ്റ്റേ ബാക്ക് പീരീഡ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഹയർ റോളിൽ എത്താനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. പക്ഷെ നിങ്ങളൊരു പാഷനേറ്റ് അല്ലാത്തൊരു വ്യക്തിയാകുമ്പോൾ എന്നെ പറ്റണേന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരിക്കലും ഇൻറ്റേൺഷിപ്പ് ഒന്നും നോക്കാനായിട്ട് ഉദ്ദേശിക്കില്ല. ആ സമയത്ത് എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കുക, നാട്ടിൽ അയക്കുക, ഊബർ ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യുക, അങ്ങനെയൊക്കെ ഓർത്ത് പൈസ ഉണ്ടാക്കാനേ നോക്കുകയുള്ളൂ. അങ്ങനെ വരാൻ നേരത്ത് പഠിച്ചിറങ്ങി കഴിയാൻ നേരത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫീൽഡിൽ ഒരു എക്സ്പീരിയൻസും ഇല്ല. അപ്പം നിങ്ങൾ ആദ്യം തൊട്ട് ഒന്നേന്ന് തുടങ്ങാം. അപ്പം നിങ്ങൾ ഇൻറ്റേൺഷിപ്പിന് അപ്ലൈ ചെയ്യുന്നു, ഇൻറ്റേൺഷിപ്പ് കിട്ടി, ട്രെയിനിങ് കഴിഞ്ഞ് പിന്നെ ആ ഒരു പൊസിഷനിൽ എത്തുമ്പോഴത്തേക്കും സമയം എടുക്കും. നിങ്ങൾക്ക് അപ്പോഴത്തേക്കും നിങ്ങൾ പാഷനേറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ആ ഒരു മൈൻഡ് ഒട്ടും ഉണ്ടാകത്തില്ല. അപ്പം നിങ്ങൾ അങ്ങനെ ഒട്ടും പാഷനേറ്റ് അല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ഇങ്ങനെ ഒരു കോഴ്സ് എടുത്ത് ഡിഗ്രി എടുത്ത് വരണേൽ ഞാൻ അങ്ങനെ അധികം സജസ്റ്റ് ചെയ്യത്തില്ല. കുറേ പോയിന്റ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാട്ടോ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത്. പിന്നെ ഈ ഒരു ബിസിനസ് ഡിഗ്രി എടുത്ത് വരാൻ കൂടുതലും പേരും ബിസിനസ് ഡിഗ്രി എടുത്ത് വരുന്നതിൻ്റെ ഞാൻ കണ്ടേക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജൻസി പറയുന്നു, അതൊരു ഭയങ്കര ട്രിക്കി ആയിട്ടുള്ള കാര്യം കേട്ടോ. ബിസിനസ് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി വിസ കിട്ടാൻ കുറച്ചുകൂടി എളുപ്പമാണെന്ന് ഏജൻസി പറയുന്നു. സ്കോളർഷിപ്പ് കുറേ പേർക്ക് ബിസിനസ് ഡിഗ്രി എടുക്കാൻ കാരണം ഞാൻ കുറേ പേരോട് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ചേച്ചി എനിക്ക് ഇത്രയും ശതമാനം സ്കോളർഷിപ്പ് ഈ യൂണിയൻ ഓഫർ ചെയ്യുന്നുണ്ട്, പക്ഷെ ഞാൻ അതായത് ഫോർ എക്സാമ്പിൾ വേറൊരു ഡിഗ്രി എടുക്കുവാണ് അല്ലെങ്കിൽ സ്കോപ്പുള്ള ആ ഒരു ഡിഗ്രി എടുക്കുവാണെങ്കിൽ എനിക്ക് അത്രയും സ്കോളർഷിപ്പ് കിട്ടുന്നില്ല. അപ്പം ഇവിടെ ബിസിനസ് ഡിഗ്രിയിലേക്ക് ആളുകളെ വരാനായിട്ട് ഇവിടുത്തെ ആളുകൾ അല്ലെങ്കിൽ ഇവിടുത്തെ ഗവൺമെൻറ് പ്രൊമോട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ട്രിക്കി രീതിയാണ്. അവർ കുറേ സ്കോളർഷിപ്പ് അങ്ങ് കൊടുക്കും. കുറേ സ്കോളർഷിപ്പ് ഉണ്ടെന്ന് പറയുമ്പോൾ എന്താ പിള്ളേരെന്താ സ്കോപ്പ് നോക്കില്ല, അപ്പോൾ ഫീസ് അത്രയല്ലേ ഉള്ളൂ എന്നോർത്ത് വരും. അപ്പോൾ അതൊരു വലിയൊരു ഇതാണ്. അപ്പം നിങ്ങളോട് ഞാൻ പറയുവാണ്, നിങ്ങൾക്ക്
നിങ്ങളൊരു ബിസിനസ് ഡിഗ്രി ഉണ്ട്, നിങ്ങൾക്ക് വേറൊരു ഓപ്ഷനും ഉണ്ട്. ആ വേറൊരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ടീച്ചിങ് ആയിക്കോട്ടെ. ടീച്ചിങ്ങിന് പക്ഷേ 20% സ്കോളർഷിപ്പ് ഉള്ളൂ. ബിസിനസ് ഡിഗ്രി വരാൻ നേരത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ 40% സ്കോളർഷിപ്പ് കിട്ടും. പക്ഷേ ലോങ് ടേമിലേക്ക് എപ്പോഴും ടീച്ചിങ് ഡിഗ്രി ആയിരിക്കും നിങ്ങൾക്ക് PR-ന്റെ കാര്യത്തിലൊക്കെ വരാൻ നേരത്ത് നല്ലത്. പക്ഷേ നമുക്ക് യൂഷ്വലി പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ബിസിനസ്സിന് ഇത്രയും സ്കോളർഷിപ്പ് ഉണ്ട്, അന്ന് ഇത് എടുത്തേക്കാന്ന് ഓർത്ത് അങ്ങനെയാണ് യൂഷ്വലി സ്റ്റുഡൻസ് ആ ഒരു ഇത് വരുന്നത്. അപ്പം നിങ്ങൾ ആ ഒരു ട്രിക്കിൽ വീഴാതിരിക്കാനായിട്ട് ശ്രമിക്കുക. വേറൊരു ഇത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബിസിനസ് ഡിഗ്രി എടുത്ത് വരുന്നവർക്ക് ഭയങ്കര അല്ലെങ്കിൽ വളരെ ലിമിറ്റഡ് ഓപ്ഷൻസേ ഉള്ളൂ. അത് വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആണ് ഈ ഒരു കാര്യം വരാൻ നേരത്ത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ BCom എടുത്ത് വന്ന ഒരാൾക്ക്, BCom കഴിഞ്ഞ് വന്ന ഒരാൾക്ക് നേഴ്സിംഗ് പണ്ടൊക്കെ ആണെങ്കിൽ അപ്ലൈ ചെയ്യാമായിരുന്നു, അതിനുള്ള ഒരു ഓപ്ഷൻസും ഉണ്ടായിരുന്നു. ഇപ്പം അതിനുള്ള ഓപ്ഷൻസ് വിസ റിജക്ഷനൊക്കെ വളരെ കൂടുതലായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അപ്പം അതിൻ്റെ ചാൻസസ് ഒക്കെ വളരെ കുറവാണ്. അപ്പം ഇവർക്കുള്ള ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ചുറ്റുമുറുള്ള ഈ BCom-ൻ്റെ ചുറ്റുമുറുള്ള ഫൈനാൻസോ അക്കൗണ്ടിങ്ങോ MBA-യോ MCOM-ഓ അങ്ങനെ കുറച്ച് ലിമിറ്റഡ് ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ളൂ. പക്ഷേ നിങ്ങൾ വേറൊരു സയൻസ് ഡിഗ്രി കഴിഞ്ഞ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് വേറൊരു കാര്യം പറയാനുള്ളത്, ചേച്ചി പറഞ്ഞു ബിസിനസ് ഡിഗ്രി എടുത്ത് വന്നിട്ട് കാര്യമില്ല, അന്ന് ഞാൻ BCom കഴിഞ്ഞ് നേരെ ഞാൻ നഴ്സിങ്ങിന് അപ്ലൈ ചെയ്യാം. അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് കാര്യമുണ്ടോ? അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ ഒന്നുമല്ല, ഇപ്പം നേരെ അങ്ങ് റിജക്ഷൻ വരും. കാര്യം ഇപ്പം വിസ റിഫ്യൂസലിൻ്റെ വളരെ കൂടുതലായിട്ടുള്ള സിറ്റുവേഷനാണ്. അപ്പം അങ്ങനെ നിങ്ങൾ ഇത് എൻ്റെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് അന്ന് നേരെ ഹെൽത്ത് ഫീൽഡിലുള്ളവരിനെ അപ്ലൈ ചെയ്തേക്കാന്നും പറഞ്ഞ് ഒരു ബിസിനസ് ഡിഗ്രി എടുത്ത ഒരാൾ ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ഹെൽത്ത് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വിസ റിജക്ഷന് വളരെ ചാൻസസ് കൂടുതലാണ്. ഇപ്പോൾ ജെന്യുവൻ സ്റ്റുഡൻസിന് തന്നെ വിസ കിട്ടാത്തൊരു സിറ്റുവേഷനാണുള്ളത്. അപ്പം എനിക്ക് പറയാനുള്ളത് അത് അവോയ്ഡ് ചെയ്യാൻ നിങ്ങൾക്ക് എന്നാ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഫീൽഡിലുള്ള എടുത്ത് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഫസ്റ്റ് സെമസ്റ്ററിനുള്ളിൽ കോഴ്സ് ചേഞ്ച് ചെയ്യുമോ, അല്ലെങ്കിൽ ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞിട്ടാണ് ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം ഡിഫറെൻറ്റ് ഫീൽഡിലേക്ക് മാറണേയുള്ളൂ. ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞിട്ട് കോഴ്സ് ചേഞ്ച് ചെയ്യണമായിരിക്കും ബെറ്റർ ഓപ്ഷൻ. വേറൊരു ഓപ്ഷൻ എന്നാന്ന് വെച്ചാൽ നിങ്ങൾ IT ഒക്കെ സ്പെഷ്യലൈസ് ചെയ്തെങ്കിൽ കുറച്ചുകൂടി ഓപ്ഷൻസ് ഉണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ. പക്ഷേ ബിസിനസ് മാത്രമല്ല BCom മാത്രമൊക്കെ എടുത്ത് വന്നു കഴിഞ്ഞാൽ ഓപ്ഷൻസ് എക്സ്പ്ലോർ ചെയ്യാൻ വളരെ കുറവാണ്. അപ്പം നിങ്ങൾ അത് റിലേറ്റഡ് ഒരു ഫീൽഡ് ഇവിടെ എടുത്ത് വന്നിട്ട് ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞ് മാറുന്നതായിരിക്കും അനുയോജ്യം. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മുടെ മനസ്സിൽ ഇവിടെ എത്തിപ്പെടുക എന്നതാണ്. ഇവിടെ എത്തിപ്പെട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ ചേഞ്ച് ചെയ്യാനായിരിക്കും നല്ലത്. അത് ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയുന്നത്, നിങ്ങൾ MBA എടുത്ത് വന്നു, പക്ഷെ നിങ്ങൾക്ക് അറിയാം MBAക്ക് സ്കോപ്പില്ലാന്ന്. പക്ഷെ നിങ്ങൾ ഓർക്കുവാണോ, അയ്യോ ഞാൻ ഇത്രയും പഠിച്ച പൈസ പോകില്ലോ എന്ന് ഓർത്ത് നിങ്ങളത് ഫുള്ള് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം എങ്ങനെയെങ്കിലും വഴി ഉണ്ടാവും നിങ്ങൾ വിചാരിച്ചു. പക്ഷെ നിങ്ങൾ ഒട്ടും പാഷനേറ്റ് അല്ലാത്തൊരു വ്യക്തിയാണെങ്കിലുള്ള ഒരു കാര്യമായിട്ടോ ഞാൻ പറയുന്നത്. അങ്ങനെ വരാതെ നിങ്ങൾ ഓർക്കണം, അയ്യോ ഇനി ഇത് PR ഒന്നും കിട്ടില്ല. അപ്പോൾ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും, PR ഉള്ള റിലേറ്റഡുള്ള വേറൊരു കോഴ്സ് എടുക്കും. അപ്പോൾ ആ MBAയുടെ പൈസയും നിങ്ങളുടെ നിന്ന് പോവും. അത് കഴിഞ്ഞിട്ട് പിന്നെ എക്സ്ട്രാ ഈ ഒരു പൈസയും പോകും. അപ്പോൾ MBAയുടെ പോകുന്നത് ചിലപ്പോൾ 2 വർഷത്തെ ആയിരിക്കും പൈസ മൊത്തത്തിൽ പോകണം. അപ്പോൾ അതിലും എത്രയും ബെറ്റർ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ MBA എടുത്ത് വന്നിട്ട് നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞിട്ട് നിങ്ങൾ ഇപ്പോൾ ഫീൽഡ് ചേഞ്ച് ചെയ്യണമായിരിക്കും ഏറ്റവും നല്ലത്. പൈസയുടെ സിറ്റുവേഷനിൽ ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ അതിന് കുറേ റെസ്ട്രിക്ഷൻസും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങളൊരു ഏജൻറ്റ് വഴി മീറ്റ് ചെയ്ത് ഏജൻറ്റുമായിട്ട് സംസാരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണ്. അന്ന് വെച്ച് നിങ്ങൾ വന്നു കഴിയുമ്പോൾ തന്നെ ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ട് ചേച്ചി പറഞ്ഞു ഇതിന് സ്കോപ്പില്ല, എന്നാൽ പിന്നെ ഇത് തന്നെ ചെയ്യുക, വേറെ ഫീൽഡ് ഇപ്പോൾ തന്നെ ചേഞ്ച് ചെയ്യുക, അങ്ങനെയൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ കോഴ്സ് ചേഞ്ച് റിലേറ്റഡ് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ പോയി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പോയി നോക്കാനായിട്ട് ശ്രമിക്കുക. ഇത്രയും നേരം പറഞ്ഞത് നിങ്ങൾ പാഷനേറ്റ് അല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ, പക്ഷേ നിങ്ങളൊരു പാഷനേറ്റായിട്ടുള്ള വ്യക്തിയാണ്, നിങ്ങൾ ബിസിനസ് ഫീൽഡ് ഭയങ്കര പാഷനേറ്റാണ്, നിങ്ങൾ കുറച്ചുകൂടി ഹാർഡ് വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ കുറച്ചുകൂടി കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാനോ ഓക്കെ ആയിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് എഫേർട്ട് ഇടാനുള്ള പറ്റുന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് കോഴ്സ് അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് ഡിഗ്രി എടുത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞാൻ അങ്ങനെ PR കിട്ടത്തേ ഇല്ല എന്നല്ല, കുറച്ച് സമയം എടുത്താണെങ്കിൽ PR കിട്ടും, അങ്ങനെ കിട്ടുന്ന വ്യക്തികളുണ്ട്. പക്ഷേ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് എന്നാ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് പഠിക്കുക മാത്രമാണ് ഉള്ള കാര്യങ്ങളും അല്ല, നമുക്ക് പാർട്ട് ടൈം ചെയ്യണം, നമുക്ക് കുക്ക് ചെയ്യണം, നമുക്ക് ക്ലീൻ ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇത്രയും പാഷനേറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നൊരു വ്യക്തിയാണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് PR കിട്ടാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ കുറേ പേരെ കണ്ടിട്ടുണ്ട് ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള വ്യക്തികളാണ്, പക്ഷേ അവർ അറ്റ് ദ സെയിം ടൈം അങ്ങനെ അധികം പാർട്ട് ടൈം ഒന്നും ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ അവരെന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരാളെ കണ്ടിരുന്നു, ആൾ എനിക്ക് തോന്നുന്നു MBA ആണോ അങ്ങനെ എന്തോ ആണ് പഠിച്ചിരുന്നത്. ഞാൻ അപ്പോൾ ആളോട് സംസാരിച്ചപ്പോൾ ആൾ പറഞ്ഞാണ് ആൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഇന്റേൺഷിപ്പ് കിട്ടി. ഇന്റേൺഷിപ്പിന് ആൾ കുറേ ഹൺഡ്രഡ്സ് ഒന്നുമല്ല, അതിൽ കൂടുതൽ ആപ്ലിക്കേഷൻ വച്ചിട്ടാണ് പഠിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ ആൾക്ക് ഇന്റേൺഷിപ്പ് കിട്ടി. ഇന്റേൺഷിപ്പ് കിട്ടി, അത് കഴിഞ്ഞ് പഠിച്ച് ഇറങ്ങിയപ്പോഴത്തേക്കും ആളുടെ ട്രെയിനിങ് പീരീഡും ആ ഒരു പീരീഡൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ലോവർ ലെവൽ പൊസിഷൻ കിട്ടി.
ഈ ലോവർ ലെവൽ പൊസിഷൻ വെച്ചിട്ട് ആൾക്ക് PR ഒരിക്കലും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അത് ആൾക്കറിയാം. യൂഷ്വലി പറ്റുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ഈ ലോവർ ലെവലിൽ ചെല്ലുന്നു, പക്ഷെ പാഷനേറ്റ് അല്ലാത്തതുകൊണ്ട് അത് അപ്പം തന്നെ അവർ നിർത്തുന്നു. ഇതുകൊണ്ട് എന്തായാലും PR ഓപ്ഷൻ അവർക്ക് ഇല്ല എന്ന് അവർക്ക് അറിയാവുന്നതുകൊണ്ട് അവർ നിർത്തി വേറെ എന്തെങ്കിലും ചെയ്യുന്നു. ഇയാൾ എന്നാ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്കറിയാം ഈ ഒരു ലെവലിൽ PR ഓപ്പർച്യൂണിറ്റി ഇല്ല. പക്ഷെ ഇയാൾ ആ ഒരു റോളിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് പ്രയത്നിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ആൾക്ക് പ്രൊമോഷൻ കിട്ടി 2 വർഷത്തിനുള്ളിൽ ആൾ ഉദ്ദേശിച്ച പൊസിഷൻ എത്തി. പിന്നെ അതിനകത്ത് എക്സ്പീരിയൻസ് കിട്ടി, ആൾ PR അപ്ലൈ ചെയ്തു. അപ്പം അത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ട് എഫേർട്ട് ഇടാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും PR കിട്ടും. പക്ഷെ ഒരിക്കലും നിങ്ങൾക്ക് ഹയർ ലെവലിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് പോകാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നിങ്ങൾ ഇൻറ്റേൺഷിപ്പിന് അപ്ലൈ ചെയ്ത് നിങ്ങൾ ട്രെയിനിങ് ലെവലൊക്കെ ആ ഒരു പീരീഡ് കഴിഞ്ഞ് പിന്നെ ലോവർ ലെവലിൽ നിന്ന് കിട്ടി തുടങ്ങി എക്സ്പീരിയൻസ് ആയി പ്രൊമോഷൻ കിട്ടി നിങ്ങൾ ഉദ്ദേശിക്കുന്ന, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫൈനാൻസ് മാനേജറാണെങ്കിൽ ഫൈനാൻസ് മാനേജർ എന്ന് പറഞ്ഞൊരു പൊസിഷൻ എടുക്കാൻ ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും. അത് ലോവർ ലെവലിൽ നിന്ന് തുടക്കാൻ പറ്റുള്ളൂ. ഈ ഫൈനാൻസ് മാനേജറിൽ എക്സ്പീരിയൻസ് കിട്ടിയാൽ മാത്രമേ PR കിട്ടാൻ പറ്റൂ. അപ്പോൾ അത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ട് എഫേർട്ട് ഇടാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് PR കിട്ടാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. PR കിട്ടുകയും ചെയ്യും, അതിനൊന്നും കുഴപ്പമില്ല. ആക്ച്വലി അത് അങ്ങനെയുള്ള ആളുകളും കുറവാണ്. അത് ആളുകൾ കുറ്റം പറയാൻ പറ്റില്ല. കാര്യം നാട്ടിലെ പോലെ ഒരു പണി മാത്രമല്ല ഇവിടെ ചെയ്യാനുള്ള, കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ പിന്നെ കൂടുതലും ഇൻറ്റേൺഷിപ്സും പെയ്ഡ് അല്ല. ഇവിടെ ഇൻറ്റേൺഷിപ്സ് ഒന്നും പെയ്ഡ് അല്ല. അപ്പോൾ ആളുകൾ പാർട്ട് ടൈം ചെയ്യണോ ഇൻറ്റേൺഷിപ്പ് ചെയ്യണോ പഠിക്കാൻ നിർത്തുക, ആ ഒരു പോയിന്റൊക്കെ ഇവിടെ വരുന്നുണ്ട്. പാഷനേറ്റ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. പക്ഷെ പാഷനേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് എങ്ങനെയെങ്കിലും PR കിട്ടി വരാന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ സമയവും പൈസയും കളയാണ്ട് വേറൊരു കോഴ്സ് എടുക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ കോഴ്സ് ചേഞ്ച് ചെയ്യുന്നതായിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ. ഞാൻ എടുത്ത് പറയാണ്, ഇത് ഞാൻ ആരെയും ഫോഴ്സ് ചെയ്യുന്ന പറയുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അതെന്ന് വെച്ചാൽ PR ബിസിനസ്സിന് PR കിട്ടത്തേ ഇല്ല അങ്ങനെ കുറേ പേര് പറയുന്ന അത് യാഥാർത്ഥ്യം അല്ല. ഉണ്ട്, പക്ഷെ സമയം എടുക്കും, ഹയർ ലെവൽ പൊസിഷൻ വേണം, അതിനകത്ത് എക്സ്പീരിയൻസ് വേണം. അപ്പം അത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ട് എഫേർട്ട് ഇടാനും അല്ലെങ്കിൽ പാഷനേറ്റും ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ എന്തായാലും കിട്ടും. കുറച്ച് സമയം എടുക്കും, പക്ഷെ അത്രയും പാഷനേറ്റ് അല്ലെങ്കിൽ കുറച്ച് പാടായിരിക്കും. കാര്യം ഇപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് എഫേർട്ട് അത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടണമെങ്കിൽ ആൾക്ക് പാഷൻ ഉണ്ടാവണം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മടുക്കും ആ ഒരു സിറ്റുവേഷനായിട്ട്. അയ്യോ, ശ്വാസം വിട്ട് ഭയങ്കര സ്പീഡിലാണ് പറഞ്ഞെങ്കിൽ സോറി. അപ്പം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടിക്കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഇനി നിങ്ങൾക്ക് ബിസിനസ് റിലേറ്റഡ് പഠിക്കാൻ വരുന്ന വ്യക്തികൾക്ക് എനിക്ക് കുറേ ചോദിച്ചിരുന്നു, ചേച്ചി ഏത് കോഴ്സ് എടുക്കുമെന്ന്. അപ്പം അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണം എന്നാണെങ്കിൽ അത് എനിക്ക് കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് ചേച്ചി വീഡിയോ ഇടുമോ എന്ന് കമൻറ്റ് ഇടുക. അപ്പം ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യുന്നതാണ്. വീഡിയോ ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, നമ്മുടെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. എനിക്ക് ഇനിയും എന്താ പറയുക, ഞാൻ കുറച്ച് നാളായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യണമെന്ന് വെച്ചിട്ട് പറ്റുന്നില്ല. കാര്യം പറഞ്ഞാൽ ഞാനിപ്പോൾ 5 ദിവസം വർക്ക് ചെയ്യുന്നുണ്ട് എൻ്റെ ഫീൽഡിൽ തന്നെ, ദൈവം സഹായിച്ച്. അപ്പം അതിൻ്റെയൊക്കെ ബിസിയാണ്. പിന്നെ ഇപ്പം ഞാൻ താമസ സ്ഥലം മാറുന്നതിൻ്റെയൊക്കെ തിരക്കാണ്. പിന്നെ കുറേ DMs വന്നിരുന്നിരുന്നു. ഇന്നലെ ഇരുന്ന് ഞാൻ 6 ആഴ്ച മുന്നേ വരെയുള്ള എല്ലാ മെസ്സേജസും റിപ്ലൈ കൊടുത്തു. കുറേ പേർക്ക് ഭയങ്കര ലേറ്റ് ആയിട്ടാണ് റിപ്ലൈ കൊടുത്തത്. അവരോടൊക്കെ ഞാൻ സോറി പറയുകയാണ്, ഞാൻ ഭയങ്കര ബിസി ആയി പോയി. പിന്നെ കുറേ മെസ്സേജ് തുറന്ന് പറയാമല്ലോ, ഞാൻ അങ്ങനെ പൊങ്ങച്ചം കാണിക്കാൻ പറയുന്നതല്ല, എനിക്ക് കുറേ മെസ്സേജ് വരുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. പക്ഷേ ഇനിയും സ്റ്റിൽ കുറേ പേർക്ക് 3-4 ദിവസം മുന്നേ വരെയുള്ള മെസ്സേജസിന് ഞാൻ റിപ്ലൈ കൊടുത്തുള്ള എനിക്കറിയാം. എന്തായാലും ഞാൻ റിപ്ലൈ കൊടുക്കുന്നതാണ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെന്ന് തോന്നുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യുക. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ബിസിനസ് റിലേറ്റഡ് കോഴ്സിനെ പറ്റി നിങ്ങൾക്ക് വീഡിയോ ചെയ്യണമെന്നാണെങ്കിൽ ചേച്ചി വീഡിയോ ഇടുമോ എന്നൊരു കമൻറ്റ് ഇടുക. അപ്പോൾ ഞാൻ ചെയ്യുന്നതാണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനൽ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഇനി കാണുന്നവരെ ബൈ ബൈ.